ഇഞ്ചി ചായയിലിട്ട് ഇതുപോലെ അങ്കും ഇങ്ങും തുടച്ച് ടിഷ്യൂ എടുത്ത് മൂക്കും പിടിച്ചിട്ട് എടുത്ത് ബെഡ് ഇട്ടിട്ട് സീരിയസ്ലി ജാസ്മിനെ ഇന്നലെ ഒന്നും പറയാതെ ലാലേട്ടൻ വെറുതെ വിട്ടില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഗുരുട്ടിരിക്കുകയായിരുന്നു. മോശമാംഗ്യങ്ങൾ കാണിച്ചവരെ ശിക്ഷിക്കുകയാണെങ്കിൽ മോശ പദപ്രയോഗങ്ങൾ നടത്തിയവരെ ശിക്ഷിക്കണം. പ്രൊമോയില് കാണിക്കുന്നുണ്ട് ഹൈജീന്റെ കേസാണ്. മറ്റേ കേസ് ചോദിച്ചില്ലെങ്കിൽ എന്റെ പൊന്നടാവേ അത് വളരെ വളരെ മോശമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഇത്രയും ദിവസം ലാലേട്ടൻ വന്ന എപ്പിസോഡുകളിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും വേസ്റ്റ് ആയിട്ട് തോന്നി, എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു എപ്പിസോഡായിരുന്നു ഇന്നലെ. കാരണം ഒരു ഫെയർ എപ്പിസോഡായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. പിന്നെ അത് കുറെ കഴിഞ്ഞപ്പോൾ കലങ്ങി തെളിഞ്ഞു. അത് ഞാൻ അതിലോട്ട് വരാം. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ചോദിക്കണം എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന കാര്യം ലാലേട്ടൻ ചോദിച്ചില്ല. ജാസ്മിന്റെ കേസ് തന്നെയാണ്, അവളുടെ ഹൈജീന്റെ കേസും ഈ പറയുന്ന പോലെ ജയിലിനകത്ത് അവള് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ, ഇത് രണ്ടും ലാലേട്ടൻ ചോദ്യം ചെയ്യണം എന്ന് തന്നെയായിരുന്നു എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ലാലേട്ടൻ ചോദിച്ചില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്ക് അതിലോട്ട് വരാം. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ സിബിനെ ലാലേട്ടൻ നേർത്തി പൊരിച്ചു. സിബിൻ ചെയ്ത തെറ്റാണ്, ന്യായീകരിക്കാൻ പറ്റത്തില്ല, ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ നമ്മൾ എല്ലാവരും അത്ര പെർഫെക്റ്റ് ആണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഒരു റിയാലിറ്റി ഷോയിൽ പോയിട്ട് അതിൻ്റെതായ ഒരു മാന്യത കീപ്പ് ചെയ്യണം. പിന്നെ അവനെ അത്രയും പ്രൊവോക്ക് ചെയ്ത് അത്രയും ലെവലിൽ അവനെ ആക്കിയത് ഈ പറയുന്ന ജാസ്മിനാണ്. മനസ്സിലായ? അത്രയും ലെവലിൽ അവനെ പ്രൊവോക്ക് ചെയ്തിട്ടാണ് അവൻ അത് ചെയ്തത്. പക്ഷെ അവൻ ചെയ്ത തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഓക്കെ, വാട്ടവർ. അവൻ തന്നെ സോറി പറയുന്നുണ്ട്, ലാലേട്ടനായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഋഷി വന്നപ്പോ ഋഷിയുടെ ഒരു ട്രോൾ ഞാൻ ഇവിടെ കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് കാര്യം പിടിക്കും. എന്താ മോനെ ഋഷി, ഒരു വിഷമം, കരയുവാണോ? അല്ലല്ലേട്ടാ, സിബിൻ ചേട്ടൻ പവർ റൂമിൽ നിന്ന് പോയപ്പോൾ ഒരു വിഷമം. പിന്നെ പുള്ളി മാത്രമല്ല, വേറെ പലരും ഇങ്ങനെയുള്ള മോശം പ്രയോഗങ്ങളും വാക്കുകളും ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ട് ലാലേട്ടൻ. അത് പിന്നെ മോനെ ഞാൻ മാത്രമല്ല, അവരും പിന്നെ അമ്മയുടെ മോളെ അങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു ട്രോൾ. സീരിയസ്ലി ഞാൻ പറയാമല്ലോ, ട്രോൾ ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ പറയുന്ന പോലെ സിബിൻ മാത്രമല്ല ഇവിടെ ബേർഡ് വാക്കുകളോ ആംഗ്യങ്ങളോ ഒക്കെ കാണിക്കുന്നത് എത്രയോ പേര് എല്ലാം കണക്കിനുള്ള ഓരോന്നായിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ സിബിൻ മാത്രമല്ല, അതൊരു ഫെയർ ആയിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഇരിക്കെ ഈ പറയുന്ന ജാസ്മിൻ അവിടെ കാണിക്കുന്ന, ജാസ്മിനും ഗബ്രിയും കൂടി കാണിക്കുന്ന ഓരോ സാധനങ്ങളും ഏത് കുട്ടികൾക്കാണ് കാണാൻ പറ്റുന്നത്? ഈ സിബിൻ കാണിച്ച തെറ്റാണല്ലോ. അപ്പോ ഈ പറയുന്ന ജാസ്മിനും ഗബ്രിയും ചെയ്യുന്ന പ്രവൃത്തികൾ, ജയിൽ കമ്പികളുടെ ഇടയിലൂടെ കെട്ടിപ്പിടിക്കുന്നു, ജിൻഡോ കമന്ന് നിൽക്കുമ്പോൾ അതിന്റെ പുറത്തൂടി കെട്ടിപ്പിടിക്കുന്നു, പല രീതിയിലുള്ള കെട്ടിപ്പിടുത്തലും ചൊറിഞ്ഞലും പിച്ചലും മാന്തലും ഞടിക്കലും ഞവടലും കടിക്കലും ഒക്കെ നടത്തുന്നുണ്ടല്ലോ. ഇത് ഏത് കുട്ടികൾക്കാണ് കാണാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു ഷോ, മീൻസ് ആ ഒരു രീതി? അപ്പൊ അത് ലാലേട്ടൻ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യേണ്ട ഒരു കേസാണ്. ഇവളുടെ ഹൈജീനോ കാര്യങ്ങളോ അതൊക്കെ ചോദ്യം ചെയ്യണം. അതിന് പുറമെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സാധനം ഈ സാധനമാണ്. പക്ഷെ ഇന്നലെ ലാലേട്ടൻ ഒരു തരത്തിലും ജാസ്മിൻ ഒന്നും പറഞ്ഞില്ല. ജാസ്മിൻ അങ്ങനെ നല്ല പൊക്കി വെച്ചിരുന്നത്. പക്ഷെ ഇന്നത്തെ സാധനത്തിൽ ലാലേട്ടൻ ചോദിക്കും. കാരണം ഞാൻ പ്രൊമോ കണ്ടായിരുന്നു. ഇന്നത്തെ ലാലേട്ടൻ ഉറപ്പായിട്ട് ഈ പറയുന്ന ജാസ്മിന്റെ ഓരോ പ്രവൃത്തികളും ചോദിക്കും. പക്ഷെ ഈ പറയുന്ന ഗബ്രിയുമായിട്ടുള്ള ഈ കൂത്താട്ടം ചോദിക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല. അത് ചോദിച്ചില്ലെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഫെയർ ആയിട്ട് തോന്നുന്നു. കാരണം ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ വരുന്നത് ജാസ്മിൻ ഈ കാണിക്കുന്ന ഓരോ ഇതിനാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ വരുന്നത്. ഉള്ള വൃത്തിയേക്കാളും വിമർശനം വരുന്നത് ഇവൾ കാണിക്കുന്ന ഈ പേക്കുത്തുകളാണ്. അതാണ് ജനങ്ങൾ ഒരുപാട് പേര് നോട്ടീസ് ചെയ്യുന്നത്. ഒരുപാട് അമ്മമാർ എൻ്റെ അടുത്ത് ഈ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ കൊച്ചു കുട്ടികളടക്കം അതിൽ ഇൻസ്പയർ ആയി പോകുന്നു. അപ്പൊ അതാണ് ലാലേട്ടൻ മെയിൻ ആയിട്ട് ചോദ്യം ചെയ്യേണ്ട ഒരു കേസ് എന്നാണ് ഞാൻ ഈ സീസണിൽ തന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്നത്. അതൊരിക്കലും വച്ചു പൊറപ്പിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. അപ്പോൾ വാട്ടവർ, അതങ്ങനെ പോട്ടെ എന്ന് നമുക്ക് അത് ലാസ്റ്റ് അതിലോട്ട് കൺക്ലൂഡ് ചെയ്ത് നിർത്താം. ഓക്കെ. അപ്പോൾ അതിനുശേഷം ജാൻമണി എവിക്റ്റായി. ഞാനൊരു കാര്യം സീരിയസ്ലി ചോദിക്കട്ടെ. ഈ എവിക്റ്റ് ആകുമ്പോൾ എന്തിനാണ് ബാക്കിയുള്ളവരെല്ലാവരും കരയുന്നത്? എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. എന്തിനാണ് ബാക്കിയുള്ളവരൊന്നും ഭയങ്കരമായിട്ട് വിഷമിച്ച് കരയുന്നത്? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. മനസ്സിലായ? എനിക്കറിയില്ല. ഒരാള് ആ ഗെയിമിൽ നിന്ന് പുറത്തു പോകുമ്പോൾ സന്തോഷിക്കല്ലേ വേണ്ടത്? ഒരു ശല്യം പോയി കിട്ടി, ഇനി അടുത്തത് പോകുന്നവർ കരഞ്ഞോട്ടെ, അതിൽ അർത്ഥമുണ്ടോ? ഇനി നമ്മൾ താഞ്ഞ് വേറെ വഴിയില്ല, കരയാം. പക്ഷെ കൂടെ നിൽക്കുന്നവർ എന്തിനാ കരയുന്നത്? ഒരാൾ പോയി കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലേ എന്നല്ലേ വിചാരിച്ച ആ ഗെയിമിൻ്റെ അകത്ത് നിൽക്കേണ്ട. ഇന്നലെ ആ എവിക്റ്റ് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് അൻസിബയും ജാൻമണി ഒരുമിച്ചിരുന്നാണ് മറ്റേ ലൈറ്റ് കത്തുന്നത്. ഏത്? പച്ചയും ചുവപ്പ് കത്തുന്ന ആള് പോവും, പച്ച കത്തുന്നവര് സേഫ്. അപ്പോൾ ജാൻമണി ചുവപ്പ് കത്തിയപ്പോൾ തന്നെ അൻസിബ കരച്ചില്. എന്തുകൊണ്ടേ ഇത്?
എന്നിട്ട് അതിനുശേഷം നമ്മുടെ ജിൻഡോ കാക്കയുടെ ഒരു കരച്ചിലുണ്ട്. ഞാൻ അതാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് ജീവിച്ചു തത്ത കരച്ചില്. അയ്യോ അയ്യോ, എന്നാ കരച്ചിലാ ജിൻഡോ കാക്ക, ജിൻഡോ കാക്ക എന്നാ കരച്ചിലിത്, ഒരു രക്ഷയില്ല സത്യം. നിങ്ങളൊക്കെ എന്തിനാണ് കരയണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവില്ല. അവിടെ കുറെ പേരൊക്കെ സായിക്കാണ് സത്യം സൂപ്പർ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഒന്ന് പോയി ഇനി അടുത്ത ബാക്കി നോക്കി അറിയില്ലോ എന്ന് ആ തെറ്റിലാണ് നിൽക്കുന്നു. ഒരിക്കലും എനിക്ക് അതുപോലെ എനിക്ക് ഡൈജസ്റ്റ് ആവില്ല. എന്തിനാണ് നിങ്ങൾ കരയുന്നതെന്ന് എനിക്ക് ഇതുവരെ പിടി കിട്ടാനില്ല. ഒരാൾ പോകുമ്പോൾ സന്തോഷിക്കില്ല, ഇനി ആനന്ദ കണ്ണീരാണോ അറിയില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, അത് അങ്ങനെ പോയി. ജാൻമണി ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ജാൻമണി പൊട്ടി കരഞ്ഞ് എന്നെ ലാലേട്ട ഒരിക്കൽ ഇവിടെ അകത്ത് ആ സെറ്റപ്പിൽ നിന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. എന്തായാലും ജാൻമണിയുടെ ഒരു ഗെയിം പ്ലേ ഒരു ഇത് കണ്ടിട്ടും എനിക്ക് ഒരിക്കലും പേഴ്സണലി ഡൈജസ്റ്റ് ആവത്തില്ല. ഞാൻ പല പ്രാവശ്യം ജാൻമണി വിമർശിച്ചിട്ടുണ്ട്. കാരണം ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിൽ റിപ്രസെന്റ് ചെയ്ത് വന്നിട്ട് അത്രയും ഒരു ഉങ്ക് കാണിച്ചിട്ടുള്ള ഒരാളാണ് ജാൻമണി. അതുപോലെ തന്നെ ബിസിനസ് ക്ലാസ്, ഞാൻ എന്തോ വലിയ സംഭവമാണ്, എൻ്റെ കീഴിലായിരിക്കണം എല്ലാവരും അവിടെ നിൽക്കണം, ആ സെറ്റപ്പാണ് ബിസിനസ് ക്ലാസ്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ജാൻമണിയെ ഇഷ്ടമല്ല. അവരുടെ ഗെയിമോ പ്ലേയോ ഒന്നും ഇഷ്ടമല്ല. കഴിഞ്ഞ സീസണിൽ വന്ന നാദ്ര വാട്ട് എവർ ബെറ്റർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ എപ്പിസോഡിൽ വേറെ കാര്യങ്ങളൊന്നും വലുതായിട്ടില്ല. എനിക്ക് ഏറ്റവും വിഷമം തോന്നിയതും ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലാലേട്ടൻ ജാസ്മിൻ്റെ അടുത്ത് ഒരു അക്ഷരം നില മിണ്ടില്ല. എനിക്ക് തോന്നുന്നു അവളുടെ അനിയന്റെ ഒരു ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്വേഷണം അതുകൊണ്ടാണോ തന്നെ ലാലേട്ടൻ ചോദിക്കാത്ത. എന്തായാലും ഇന്ന് പൊരിക്കുന്നുണ്ട്, പ്രൊമോയിൽ വ്യക്തമായിട്ട് കണ്ട്. പിന്നെ ഋഷി ഇന്നലെ തന്നെ മാസമായിട്ട് കയറി ആ ഡയലോഗ് അടിച്ച്, അതൊക്കെ ഹൈലൈറ്റ് സാധനങ്ങളായിരുന്നു കേട്ടോ. ലാലേട്ട ജിബിൻ മാത്രമല്ല, ഇവിടെ ബാക്കി വേറെ പലരും ഇതുപോലെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ആദ്യമായിട്ടാണ് ലാലേട്ടൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഒരു ജെനുവിൻ പോയിന്റ് വെച്ചിട്ട് ഒരാൾ തിരിച്ചു പറയുന്നത്. മനസ്സിലായി, ഒരു ജെനുവിൻ പക്കാ പോയിന്റ് വെച്ചിട്ട് തിരിച്ചു പറയുന്നത് ആദ്യമായിട്ടാണ്. അത് ഋഷിയിലാണ് ഞാൻ കണ്ടത്. ബാക്കി എല്ലാവരും ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു പോകുന്നതല്ലാണ്ട് ഒരു പക്കയായിട്ട് തിരിച്ച് പറയുന്നത് അത് ജെനുവിനായിട്ട് പോയിന്റാണ്, അത് അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞ ഋഷി മാത്രമാണ്. എന്തായാലും വാട്ട് എവർ സീസൺ ഈ എപ്പിസോഡ്, ഇന്നലത്തെ എപ്പിസോഡ് എനിക്ക് അത്ര അങ്ങോട്ട് എനിക്ക് ഡൈജസ്റ്റ് ഇല്ല. കാരണം ഞാൻ ആഗ്രഹിച്ച സാധനം എന്ന് വെച്ചാൽ സിബിൻ്റെ അടുത്ത് ചോദിക്കണം. അത് ഞാൻ എൻ്റെ കഴിഞ്ഞത്തെ വീഡിയോയിൽ സിബിൻ അന്ന് ആ പ്രവൃത്തി ചെയ്ത് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ലാലായിട്ട് പറഞ്ഞാൽ ചോദിക്കണം. പക്ഷേ ഞാൻ വേറെ 1-2 പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വിഷമായിട്ടുള്ള പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ജാസ്മിനും ഗബ്രിയും ആ ജയിലിൽ ഉൾപ്പെടെ കാണിച്ചു കൂട്ടിയത്. കാരണം ജിൻഡോ അവിടെ കുഞ്ഞ് അവൻ എന്തോ പെണ്ണ് കാണാത്ത പോലെയാണ് അവനെ അന്ന് ജിൻഡോയെ പറഞ്ഞത്. ജിൻഡോയ്ക്ക് ഇതൊക്കെ കണ്ടിട്ട് അസൂയ എന്നുള്ള രീതിയിൽ ഇവൾ ആരാണ് ഭൂലോക രംഭയോ. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റിൽ സംസാരിച്ച സാധനം എനിക്ക് ഒട്ടും പേഴ്സണലി ഡൈജസ്റ്റ് ആയില്ല. ഇവളെന്തൊക്കെയാണെന്നുള്ളൊരു ഇവളുടെ ഒരു ചിന്താഗതി, അതെല്ലാം ലാലേട്ടൻ ഉറപ്പായിട്ട് ചോദ്യം ചെയ്യണം. അതാണ് ചോദ്യം ചെയ്യേണ്ട. പിന്നെ ഇവളുടെ വൃത്തി, ബാത്റൂമിൽ ചെരുപ്പിടില്ല. നമ്മളിപ്പോൾ വീട്ടിൽ എന്തോ ആയിക്കൊണ്ടിട്ട് നമ്മളെ വീട്ടിലെല്ലാവരും നമ്മൾ രാവിലെ എണീറ്റിട്ട് മറ്റേ കോട്ട ഷൂട്ട് വിട്ട് നിൽക്കണമെന്നല്ല. പക്ഷെ ഒരു റിയാലിറ്റി ഷോയിൽ പോകുമ്പോൾ പബ്ലിക്കിന് നമ്മൾ കൊടുക്കുന്ന മെസ്സേജിൽ കുറച്ച് ക്വാളിറ്റി ഉണ്ടാവണം. അല്ലാണ്ട് ഇതുപോലെ മൂക്കളയും വിളിഞ്ച് ചായയിലിട്ട് ഇതുപോലെ അങ്ങും ഇങ്ങും തുടച്ച് ടിഷ്യൂ എടുത്ത് മൂക്കും പിടിച്ചിട്ട് ബെഡ് ഇട്ടിട്ട് പോകണം. ഈ ടൈപ്പ് സാധനങ്ങൾ ചോദ്യം തന്നെ ചെയ്യണം. മനസ്സിലായോ? അത് പബ്ലിക്കിലോട്ട് കൊടുക്കുന്ന ഒരു മെസ്സേജിൽ വരുന്ന ഒരു ഫോൾട്ടാണ്. ഇത് കണ്ടിട്ട് ആരെയും അനുകരിക്കുകയാണെങ്കിൽ ജാസ്മിനെ കണ്ട് അനുകരിച്ച് ആ സാധനം ലാലേട്ടൻ ഉറപ്പായിട്ട് ചോദ്യം ചെയ്യണം. അതുപോലെ ഈ പറഞ്ഞ പോലെ ബാക്കി കാര്യങ്ങളൊക്കെ ഈ ജയിലിൽ നടന്നതും ഗബ്രിയും ജാസ്മിനും കൂടി കാണിക്കുന്ന കമ്പികളുടെ ഇടയിലൂടെയുള്ള കെട്ടിപ്പിടുത്തം, അത് ഭയങ്കര നെഗറ്റീവാണ് കേട്ടോ. നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഇൻസ്പയർ ആണ്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു അമ്മ പറയുന്ന ഒരു വോയിസ് അടക്കം എൻ്റെ ഉണ്ട്. ഞാൻ നോക്കട്ടെ, നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. ഞാൻ എന്തായാലും ആ വീഡിയോ എങ്കിൽ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കണ്ട് പുതിയൊരു വീഡിയോ ആയിട്ടാണ്.